ആലത്തൂർ PWD റെസ്റ്റ് ഹൌസ് കോമ്പൗണ്ടിൽ നിർമ്മിച്ച ടേക്ക് എ ബ്രേക്ക് സെന്ററിന്റെ ഉദ്ഘാടനം നടത്തി. 30 ലക്ഷം രൂപ ചിലവഴിച്ച് നിർമ്മിച്ച കെട്ടിടം KD പ്രസേനൻ MLA ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ സമൂഹത്തിൽ സ്ത്രീ വിഭാഗത്തിന് പ്രത്യേകിച്ച് അനുഭവിക്കേണ്ടി വരുന്ന നിരവധിയായ രോഗങ്ങൾക്ക് ഒരു പ്രധാന ഘടകമായി മാറിയത് അവർക്കവരുടെ ജീവിതത്തിൽ ദൈനംദിന ജീവിത പ്രവർത്തനത്തിൽ ഏർപ്പെടാൻ വേണ്ടി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാൽ പലപ്പോഴും അവർക്കാവശ്യമായ ശുചി മുറികളോ സംവിധാനങ്ങളോ ഒന്നും കേരളത്തിൽ ലഭ്യമല്ല എന്നതാണ് വസ്തുത. പൊതുവിടങ്ങളിലെ ശൗചാലയങ്ങളാണെങ്കിൽ വളരെ പരിതാപകരമായതും ഒരിക്കലും സാധാരണ നിലയ്ക്ക് ഒരു മനുഷ്യന് ഉപയോഗിക്കാൻ കഴിയാത്തതാണ്. സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് ഉപയോഗിക്കാൻ കഴിയാത്ത രൂപത്തിലുള്ള പ്രശ്നമാണ് അത്തരം ശൗചാലയങ്ങളിൽ നിറഞ്ഞു നിന്നിരുന്നത്. അതെല്ലാം കണ്ടുകൊണ്ടും അതുപോലെ തന്നെ ലക്ഷക്കണക്കിന് വരുന്ന മനുഷ്യർ കേരളത്തിലെ സൗന്ദര്യം ആസ്വദിക്കാൻ എത്തിച്ചേരുമ്പോൾ സ്ഥലങ്ങൾ കാണാൻ വരുന്ന ടൂറിസ്റ്റുകളും വഴിയാത്രക്കാരും ഏറ്റവും കൂടുതൽ നമ്മളെക്കുറിച്ചുള്ള നെഗറ്റീവ് അഭിപ്രായമായി പുറത്ത് പ്രചരിപ്പിച്ചത് ഇത്തരം ശുചിത്വ സംവിധാനങ്ങളുടെ കുറവായി. ആ വിഷയമെല്ലാം എടുത്തുകൊണ്ടാണ് ഒന്നാം പിണറായി സർക്കാർ തന്നെ വഴിയോര വിശ്രമ കേന്ദ്രങ്ങൾക്ക് സമാനമായ ടേക്ക് എ ബ്രേക്കുകൾ ഉണ്ടാവണം എന്ന കാഴ്ചപ്പാട് മുന്നോട്ട് വെച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഹരിത സുഭാഷ് അധ്യക്ഷയായി. അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ MJ ഷമീം, അസിസ്റ്റന്റ് എഞ്ചിനീയർ G ആശ, വൈസ് പ്രസിഡന്റ് R വിനോദ്, വാർഡ് മെമ്പർ പത്മ പ്രസാദ് എന്നിവർ പങ്കെടുത്തു. UTV ന്യൂസ്, പാലക്കാട്.